أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يرمون المحصنات ثم لم يأتوا بأربعة شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. വളരെ ഗൗരവമായ ചില ആയത്തുകൾ. സൂറത്തുൻ നൂർ തന്നെ ചില നിയമങ്ങൾ അങ്ങനെ പഠിപ്പിക്കുക. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ വ്യഭിചാരം ചെയ്താലുള്ള ശിക്ഷകൾ സ്പഷ്ടമായി വിശദീകരിച്ചു. ഇതങ്ങനെ വ്യക്തമായി പറയുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞത് ബയ്യന്ന, എല്ലാ നിയമങ്ങളും ഞാൻ നിങ്ങൾക്കെതിൽ വ്യക്തമാക്കി തരികയാണ്. സൂറത്തുൻ അൻസൽനാഹ വഫറദ്നാഹ വഅൻസൽനാ ഫീഹാ ആയാത്തിൻ ബയ്യിനാത്ത്. ബയ്യിനാത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തമായ കാര്യങ്ങൾ അങ്ങനെ പഠിപ്പിക്കുക. ഇനി പറയുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ വ്യഭിചാരമാണെങ്കിൽ ഈ ക്ലാസ്സിൽ ആരെയെങ്കിലും പറ്റി വ്യഭിചാരാരോപണം നടത്തിയാലോ അത് വ്യക്തമായിട്ടൊന്നും പറയണ്ട, വ്യഭിചരിച്ചു എന്നതിലേക്കുള്ള ചില സൂചനകൾ അനാവശ്യമായി ഉറപ്പില്ലാതെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാതകമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹദ്ദുൽ ഖദ്ഫ്, ഖദ്ഫ് എന്നാണ് വ്യഭിചാരാരോപണത്തിന് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين يرمون المحصنات, പതിവ്രതകളെ, അത് മുഹ്സനാത്ത് ഇവിടെ പെണ്ണാണ് പ്രയോഗിച്ചത്. കാരണം ആരോപണ വിധേയമാകുന്നവർ മിക്കവാറും പെണ്ണുങ്ങളായിരിക്കും. അവർക്കാണ് ഇത് കൂടുതൽ ബാധിക്കുക. പക്ഷെ ആണിനെ പറ്റി പറഞ്ഞാലും പെണ്ണിനെ പറ്റി പറഞ്ഞാലും വല്ലദീന യർമൂനൽ മുഹ്സനാത്ത് എന്ന് പറഞ്ഞാൽ അൽ അൻഫുസൽ മുഹ്സനാത്ത്, തെറ്റുകളൊന്നും ചെയ്യാത്ത ആളുകളെ പറ്റിയിട്ട് യർമൂന, ശരിക്കും റമ എന്ന് പറഞ്ഞ അർത്ഥം എറിയ അല്ലേ, കദഫ എന്ന് പറഞ്ഞാൽ എറിയ എന്നർത്ഥം. ഇതൊരു തരം എറിയലാണ്, വ്യഭിചാരാരോപണം ഒരു എറിയലാണ്. ഇതാരെങ്കിലും ചെയ്തു പോയാൽ എന്തൊരു വലിയ കുറ്റമാണ്. ഇതൊരാൾ പറഞ്ഞാൽ, ഇന്ന ആള് വ്യഭിചരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ കൂടൊരു നിയമം കൂടുണ്ട്. എന്താണത്? എന്നിട്ട് ഞാൻ പറഞ്ഞതിന് 4 സാക്ഷികളെയും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ, ഒരാള് വ്യഭിചരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കൽ അതിന് 4 സാക്ഷി വേണം. അത് എത്ര സ്പഷ്ടമായിട്ടാണ് ദീന് പഠിപ്പിക്കുന്നത്. ഒരാണിനെയും ഒരു പെണ്ണിനെയും ഒരേ റൂമിൽ നിന്ന് കണ്ടാലോ, ഒരു പുതപ്പിന് താഴെ ഒരന്യ സ്ത്രീയെയും അന്യപുരുഷനെയും കണ്ടാലോ വ്യഭിചരിച്ച് ആരോപണം നടത്താൻ പറ്റൂല. പിന്നെ കിതാബ് പറയുന്നത് എന്താണ്? അതിന് ഉദാഹരണം, പഴയകാലത്തൊക്കെ സുറുമ ഉപയോഗിക്കൽ വളരെ വ്യാപകമായിരുന്നല്ലോ. സുറുമക്കോല്, അതിന്റെ ആ ബോട്ടിൽ, അതിന് ചെറിയൊരു കുപ്പിണ്ടാവുമല്ലോ, അതിലേക്ക് ഇട്ടെടുക്കുന്നത് പോലെ ആ പ്രവർത്തനം കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. അത് ഒരാള് പോരാ, 4 സാക്ഷി വേണം. 3 സാക്ഷിയായി ഒരാള് മാത്രം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കത് ഉറപ്പില്ല, അങ്ങനെ തന്നെ ഇല്ലെന്ന് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വ്യഭിചാരാരോപണം നടത്തിയതിന് കുറ്റം കിട്ടും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ പലരെ പറ്റിയും പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഇസ്ലാമിക് കോടതി നടക്കുന്ന നാടാണെങ്കിൽ അവർക്കൊക്കെയുള്ളത് 80 അടിയടിക്കണം. അടിയടിക്കുമ്പോഴേക്ക് ചിലപ്പോ ഡെഡായി പോകും,
തകർന്ന് വീണുപോകും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ മുൻകാലങ്ങളിൽ. ചാട്ടവാറ് കൊണ്ടുള്ള ശക്തമായ 80 അടി. ഇതിലൊരു ഹിക്മത്ത് ഉണ്ടായിരിക്കും. നമ്മളൊരു 100 അടി എന്നൊക്കെ പറയും, പക്ഷെ 80 അത് അള്ളാഹു നിശ്ചയിച്ച ഒരത്ഭുതപ്പെടുത്തുന്ന കണക്കാണ്. ഒരു ശരീരത്തിന് താങ്ങാകുന്നത് എക്സ്ട്രീം ലെവൽ. അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞിട്ട് തെളിവ് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അത് 4 പെണ്ണുങ്ങൾ പോരാ. അതത് മുഅന്നസാണെങ്കിൽ മനസ്സിലാകും, മഅദൂദ് മുദക്കറാണ്. 4 എന്നുള്ളത് അതിന്റെ ഫോം, ആ ഭാഷാ പ്രയോഗം ഫീമെയിൽ പെണ്ണായിട്ട് പ്രയോഗിച്ചത്. അതുകൊണ്ട് തന്നെ അതിന്റെ മഅദൂദ് അവിടെ പറയുന്ന സംഗതി അത് പുരുഷനായിരിക്കും. അതൊരു അറബി ഗ്രാമറാണ്. 4 ആണുങ്ങൾ സാക്ഷിയായിട്ട് വേണം. അങ്ങനെ കൊണ്ടുവന്നിട്ടില്ലെങ്കിലോ അവരെ 80 അടി അടിക്കണം. അതിന്റെ പുറമെ വലാ തഖ്ബലൂ ലഹും ഷഹാദതൻ അബദാ. പിന്നെ ഒരിക്കലും ഒരു വിഷയത്തിലും അയാളെ സാക്ഷി പറയാൻ പറ്റില്ല. 4 സാക്ഷികളില്ലാതെ എന്നോര് വ്യഭിചരിച്ചു എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളെ സാക്ഷിത്വത്തിനേ പറ്റുകയില്ല. മാത്രവുമല്ല അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മുനാഫിഖ്, അതുപോലെ ഇസ്ലാം നൽകുന്ന ഒരു വളരെ മോശമായ പേരാണ് ഫാസിഖ്. ഫാസിഖ് എന്ന് പറഞ്ഞാൽ തമ്മാടിത്തരം പരസ്യമായി ചെയ്യുന്നവർ. ആ ഫാസിഖ് മിക്കവാറും ദ്വലാലത്തിലായി അവന്റെ ദീനനെ കെട്ടുപോകും. ഫാസിഖ് എന്നാണ് അവിടെ ഖുർആൻ പറയുന്നത്. ഫാസിഖീങ്ങൾക്കാണ് ഹിദായത്ത് കിട്ടിയിട്ട് പിന്നെയും ഹിദായത്ത് തെറിച്ചു പോകുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് നാവിനെ നല്ലോണം സൂക്ഷിക്കാം. ആരെങ്കിലും അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാളിനെ കൊണ്ടും വിശ്വസിക്കുന്നുവെങ്കിൽ നല്ലത് മാത്രം പറയാം. അല്ലെങ്കിലോ മിണ്ടാതിരിക്കാം. ചിലപ്പോ അത് നല്ലതാകും, ചിലപ്പോ അത് ചീത്തയാണ്. അവിടെ shut up your mouths, keep silence, മിണ്ടാതിരിക്കാം. അല്ലെങ്കിൽ ആ വാക്കുകൾ ഇതുപോലെ വന്നുപോയാൽ അവര് ഫാസിഖീങ്ങളാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആരൊഴികെ ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക്. അങ്ങനെ സംഭവിച്ച് ശരിക്കും തൗബ ചെയ്തവരൊഴികെ. തൗബ ചെയ്താൽ പോരാ, വഅസ്ലഹു കൃത്യമായി നന്നാവുകയും ചെയ്തവരൊഴികെ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അല്ലാഹു എല്ലാം പുറത്തു തരുന്നവനാണ്. അല്ലാഹു പുറത്തു തരട്ടെ. മനുഷ്യന്മാര് പലപ്പോഴും ഇതിനെ ലാഘവത്തോടെ കാണുന്നുണ്ട്. ചില സാധ്യതകളുടെ പേരിൽ വ്യഭിചരിച്ചു എന്ന് പറയാം. അവർക്കത് പറയലൊക്കെ വളരെ സിമ്പിളാണ്. അല്ലാന്റെ അടുക്കലെത്തുമ്പോഴോ അത് മഹാപാപമാണ്, വലിയ കാര്യമാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ഇതിന് റമ്മി എന്ന് പറഞ്ഞത്. ഇതൊരു തരം ഏറാണ്, അഭിമാനത്തെ നോക്കിക്കൊണ്ടുള്ള ഏറാണ്. ഇനി ഇതിന്റെ ചില മസാലകൾ കൂട്ടിച്ചേർക്കാം. നമ്മൾ ആരെപ്പറ്റി വ്യഭിചാര ആരോപണം നടത്തിയാലാണ് ഇങ്ങനെ 80 അടിയടിക്കേണ്ടത്? ഒന്ന്, നമ്മൾ വ്യഭിചാരം നടത്തി എന്ന് പറയപ്പെടുന്നവർ ആക്ടിൽ ബുദ്ധിയുള്ളവരായിരിക്കണം. ഒരു ബുദ്ധിയും തന്റെ ഇടമുള്ള ആളെ പറ്റി. രണ്ടാമത്തതോ ബാലിഗായിരിക്കണം, പ്രായപൂർത്തിയുള്ളവരാണ്. കാരണം കുട്ടിയെ പറ്റി അങ്ങനെ പറഞ്ഞാൽ അവന്റെ അഭിമാനത്തിന് അത്രമേൽ ശതമേൽപ്പിക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് 80 അടിയില്ല. പിന്നെ ചില പണിഷ്മെന്റ് ഒരു കുട്ടിയെ പറ്റി പറഞ്ഞാലും ആ പറഞ്ഞ ആൾക്ക് ബോധ്യപ്പെടുത്തുന്ന പണിഷ്മെന്റുകൾ കൊടുക്കണം. മൂന്നാമത്തത്, പറയപ്പെടുന്ന ആൾ സ്വതന്ത്രനായിരിക്കും. കാരണം അടിമ സ്ത്രീകളെ പറ്റിയിട്ട് അന്ന് വ്യാപകമായിട്ട് പറയാറുണ്ട്, അങ്ങനെ ഉപയോഗപ്പെടുത്താറുണ്ട്. സ്വതന്ത്രയായ ഒരാളെ പറ്റി പറഞ്ഞാലാണ് അവർക്ക് 80 അടി ഉണ്ടാവുക. സീദത്ത് ഹിന്ദ് റളിയല്ലാഹു അൻഹാ, ഹംസത്തുൽ ഖറാർ,
റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു പിന്നെ ഇസ്ലാമിലേക്ക് വന്ന മഹദിയാണല്ലോ സയ്യിദത്ത് ഹിന്ദ് റളിയല്ലാഹു അൻഹ. അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം പഠിപ്പിക്കുമ്പോ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് സ്വതന്ത്രയായവരൊക്കെ അല്ലെങ്കിൽ വ്യഭിചരിക്കും. അക്കാലത്ത് വ്യഭിചാരം വ്യാപകമാണ്. പക്ഷെ അത് അടിമ സ്ത്രീകളുമായി ബന്ധപ്പെട്ടാണ്. അഭിമാനമുള്ളവരാണ് സ്വതന്ത്രരായവർ, അവർ വ്യഭിചരിക്കുമോ എന്ന് മുത്തുനബിയോട് ചോദിക്കുന്നുണ്ട്. സയ്യിദത്ത് ഹിന്ദ് റളിയല്ലാഹു അൻഹ. ഏതായിരുന്നാലും ആരോപിക്കപ്പെടുന്നവർ സ്വതന്ത്രയാവണം. കുറച്ച് മസലകൾ പറയാണ്. നാലാമത്തത്, ആരോപിക്കപ്പെടുന്നവർ മുസ്ലിം ആയിരിക്കണം. ഒരാ മുസ്ലിമിനെ പറ്റി പറഞ്ഞാൽ അത് തെറ്റാണ്, ഗീബത്ത് പറയാനൊന്നും പാടില്ല. പക്ഷേ 80 അടിയടിക്കേണ്ട വിഷയം ഒരു മുസ്ലിമിനെ പറ്റി പറയുമ്പോഴാണ്. അഞ്ചാമത്തത്, ജീവിത വിശുദ്ധി ഉണ്ടാവുക എന്ന് വെച്ചാൽ നാട്ടിലാകെ പരസ്യമാണ്, അവള് തെറ്റുകാരിയാണ്, അവളൊരു വേശ്യയാണ്, അശ്ലീലവുമായിട്ട് പരസ്യമാക്കി നടക്കുന്നവളാണ്. അവളെ പറ്റി ഒരാളിത് പറഞ്ഞാൽ അതിന്റെ പേരിൽ 80 അടി അടിക്കാൻ പറ്റില്ല. 5 നിബന്ധനകൾ. ഒന്ന്, ആക്കിലാവണം. ആക്കിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ഒരാളെ പറ്റി. 2, ബാല്യ പ്രായപൂർത്തിയാവണം. 3, സ്വതന്ത്രയാവണം. 4, മുസ്ലിമാവണം. 5-മത്തത് ചാരിത്രശുദ്ധി. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വല്ലദീന യർമൂനൽ മുഹ്സനാത്ത്. ഈ ശരിക്ക് ഹെസ്സുന് എന്ന് പറഞ്ഞ അർത്ഥം കോട്ട എന്നാണ്. കോട്ട. അപ്പം മുഹ്സനാത്തിനെ വ്യഭിചാര ആരോപണം നടത്തുന്നവരെന്ന് പറയാൻ കാരണം ആ പെണ്ണുങ്ങൾ ഒരു മുഹ്സനാത്താണ്. തെറ്റുകളെ തൊട്ട് തെറ്റുകൾക്ക് മുമ്പിൽ കോട്ടയെ പോലെ നിൽക്കുന്ന ജീവിത വിശുദ്ധിയുള്ള അഫീഫത്തായ ഒരു പെണ്ണാണ്, അല്ലെങ്കിൽ ഒരു ആണാണ്. അവരെ പറ്റി പറഞ്ഞാൽ അവർക്കാണ് 80 അടിയുള്ളത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പിന്നെ പറയുന്ന ആൾക്ക് 2 ഷർത്തുണ്ട്. പറയുന്ന ആൾ, ഒന്ന്, അയാൾ ആക്ടിലാണ്, അയാൾക്ക് ബുദ്ധി വേണം. ഏതോ ഒരു മാനസിക രോഗിയോ ഭ്രാന്തനോ പറഞ്ഞതിന്റെ പേരിൽ അയാളെ ശിക്ഷിക്കാൻ പറ്റില്ല. അടുത്തത് ബാല്യമാണ്, കുട്ടി. ഒരു കുട്ടി വെറുതെ ഞാനത് കണ്ടു, അവർക്കും ഈ 80 അടി അടിക്കാൻ പറ്റില്ല. അവരെയും തഅ്സീർ, കുട്ടി എന്നതിന്റെ പേരിൽ ചില പണിഷ്മെന്റുകൾ കൊടുക്കാവുന്നതാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതുപോലെ തന്നെയാണ് ലിവാത്ത്, ഹോമോസെക്ഷുവാലിറ്റി. ഇതിപ്പോ അതൊക്കെ നമ്മുടെ ഗവൺമെന്റ് അംഗീകരിച്ചു. അവരൊക്കെ സെലിബ്രിറ്റികളാകുന്ന കാലമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മഹാപാപമാണ്. അതാരോപിച്ചാലും ഇത് തന്നെയാണ് ശിക്ഷ. വലിയ തെറ്റാണ്. ആടും പാടും പെണ്ണും പെണ്ണും. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞത്, അവരെ പറ്റി കൃത്യമായ തെളിവോടെ 4 സാക്ഷിയോടെ അതങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അവർ കരിച്ച് കളയപ്പെടണം. അത്രയും വലിയ പാപമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത് 2 കൊണ്ടും ഇല്ലാത്തത് കൊണ്ട് സാക്ഷി നിന്നാലോ അവർക്കാണ് 80 അടി അടിക്കേണ്ടത്. പിന്നെ ഇവിടെ പറഞ്ഞു, ആരോപിക്കുന്ന ആൾ ബുദ്ധിയുള്ളവരാണ്. അതെന്തേ കാരണം? ഇസ്ലാമിന്റെ ഒരു പൊതു നിയമം, 3 പേർക്ക് ശിക്ഷ ഉണ്ടാവില്ല ഇസ്ലാമിൽ. അവർക്ക് അല്ലാഹു പുറത്തെടുക്കും. 1, കുട്ടി പ്രായപൂർത്തിയാകുന്നത് വരെ. ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചാൽ അത് ബാല്യമായ പ്രായപൂർത്തിയായ ആൾ ചെയ്ത തെറ്റുപോലെയാകില്ല. അയാൾ ചെറിയ ചെറിയ പേടിപ്പിക്കലും പണിഷ്മെന്റ് ഉണ്ടാകുമെന്നല്ലാതെ ഇസ്ലാം പറയുന്ന ഹദ് ഉണ്ടാകില്ല. അല്ല, ജുവൈനൽ ഹോമിലൊക്കെ കൊണ്ടുപോയിട്ട് അവരെ നന്നാക്കി എടുക്കുക എന്നല്ലാതെ ഹദ് അവർക്ക് ഉണ്ടാകില്ല. 2-മത്തത് ഉറങ്ങണ ആള് ഉറക്കത്തിൽ ഒരു തെറ്റ് ചെയ്തു. എത്രത്തോളം കിതാബുകൾ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു. 2 ഒപ്പം കിടക്കാണ്. അതില് ഒരാൾ ഉറക്കത്തിൽ ഒരു കിക്കണ്ട് കൊടുത്തു. ഉറക്കത്തിൽ കുറച്ച് വിട്ടുകിടക്കണാതെ അടുത്തടുത്തായിരുന്നു. കാലം തട്ടിയപ്പോ അത് അയാൾ അണ്ണാക്കിലൂടെ തട്ടി. ആ തട്ടപ്പെട്ട ആൾ മരിച്ചുപോയാൽ ഇയാൾക്കെതിരെ ഹദ്ദെടുക്കാൻ പറ്റൂല. കാരണം ഉറങ്ങാണ്. ഉറങ്ങുന്ന ആൾക്ക് ഇസ്ലാമിന്റെ ഹദ്ദ് ബാധകമല്ല. ശരിക്ക് കൊല ചെയ്താൽ വലിയ കുറ്റമാണ്. പക്ഷെ ഇത് ന്യായമായതുകൊണ്ട് ആ കുറ്റമുണ്ടാകില്ല. 3-മത്തതായി
അലൈഹി ഹത്താ യഫീഖ. ബോധം കെട്ട് വീണ ആൾ, അയാൾക്ക് ബോധം വരുന്നത് വരെ, ബോധം നഷ്ടപ്പെട്ടു പോയി, ബോധം വരുന്നത് വരെ ഇവർക്ക് 3 പേർക്കും മാപ്പുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലെ നമ്മൾ പറഞ്ഞു, നമ്മൾ പറയപ്പെടുന്ന സ്ത്രീ അഫീഫത്താവണം. അഫീഫത്തിന്റെ ഒന്നാമത്തെ ക്വാളിറ്റി ഈമാൻ വേണം. ആരെങ്കിലും അല്ലാഹുവിനെ കൊണ്ട് ശിർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവരെ ഈ പതിവ്രതരുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റൂല. ശിർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഫ്ഫത്തിന്, ചാരിത്രശുദ്ധിക്ക്, പവിത്രതക്കെതിരാണ്. അപ്പോ പരസ്യമായി തെറ്റ് ചെയ്യുന്നവരെ പറ്റി ഒരാൾ വ്യഭിചാരോപണം നടത്തി അവർക്ക് ഹത്തുണ്ടാകുന്നതല്ല. 3 വിഭാഗത്തെ പറ്റി ഗീബത്ത് പറഞ്ഞാൽ അത് ഗീബത്തല്ല. 3 ആളുകളെ പറ്റി ഏറ്റവും ഇസ്ലാമിൽ ദുരന്തമാണ് ഗീബത്ത്. പക്ഷെ അത് 3 പേരുടെ പേരിൽ ഗീബത്താകുന്നതല്ല. എന്ന് വെച്ചാൽ ഗീബത്തിന്റെ കുറ്റമുണ്ടാകുന്നതല്ല. ഒന്നാമത്തത് മുത്തബിഉൽ ഹവാ, തടീച്ചയെ പിൻപറ്റി ഒരു തരം താന്തോന്നിയായി ജീവിക്കാം. നന്മ ഉദ്ദേശിച്ച് ഓൻ്റെ പിന്നാലെ പോട്ട ഓനെ എന്താണോ തോന്നുന്നു, അവർക്ക് ലഘുലകാനൊന്നുമില്ല, എന്താണോ മനസ്സിൽ അത് ചെയ്യുന്ന ആളാണ്. ഇങ്ങനെ നമ്മൾ ഒരു താന്തോന്നിയെ പറ്റി പറഞ്ഞു, അതിൽ ഗീബത്തില്ല, നല്ല ഉദ്ദേശമാണെങ്കിൽ. രണ്ടാമത്തത് മഅറൂഫു ബിസ്സിന, വ്യഭിചാരം കൊണ്ട് അറിയപ്പെട്ട ഒരാൾ, അവരെ പറ്റി ഗീബത്ത് പറഞ്ഞു. എന്തിനാണ് പറയുന്നത്? വിട്ടുപോകരുത്, ഇതിന്റെ ആളാണ്, സൂക്ഷിക്കണം ട്ടോ. ലാ തഖ്റബ്, ഈ അർത്ഥത്തിൽ പറഞ്ഞാൽ ലാ ഈബ ഫീഹി, അതിലും ഈബത്തില്ല. മൂന്നാമത്തത് അല്ലാലിബുൽ ജായിർ, അക്രമിയായ ഭരണാധികാരി, അവരെ പറ്റി ഈബത്ത് പറഞ്ഞു. അതിലും നമ്മുടെ മേൽ ശിക്ഷയുണ്ടാകുന്നതല്ല. അതല്ലാത്ത മുഹ്സനായ സ്ത്രീകളെ പറ്റി പറഞ്ഞ് 4 സാക്ഷിയും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ 80 അടിയാണ്. അപ്പൊ ഇനിയൊരു സൂചന പറഞ്ഞാലോ, വ്യഭിചരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, വ്യഭിചരിച്ചു എന്നൊന്നും പറഞ്ഞില്ല. അതിലേക്ക് ആ വാക്കിന്റെ ധ്വനി അവര് വ്യഭിചരിച്ചു എന്ന് പറയലാണ്. അങ്ങനത്തത് പറഞ്ഞാലോ, സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഇങ്ങനത്തെ വലിയൊരു പ്രശ്നത്തിൽ ഇസ്തബ്ബ, 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചീത്ത പറഞ്ഞു. 2 പേർ അങ്ങോട്ടും ഇങ്ങോട്ടും കലശം കൂടുകയാണ്. അതിനിടയിൽ ഒരാള് പറഞ്ഞു, മാ അന ബിസാനിൻ വലാ അബീ ബിസാനിൻ. ചീത്ത കണ്ടുകൊണ്ടും എന്നെ ഫൈറ്റ്, വേർഡ് ഫൈറ്റ്സിനെ, വാക്ക് തർക്കം ഇങ്ങനെ നടക്കുമ്പോ പെട്ടെന്ന് പറഞ്ഞു, മാ അന ബിസാനിൻ, ഞാനും വ്യഭിചരിച്ചിട്ടില്ല, വലാ അബീ ബിസാനിൻ, എന്റെ വാപ്പി വ്യഭിചരിച്ചിട്ടില്ല. ഞാനും വ്യഭിചാരിയല്ല, എന്റെ വാപ്പി വ്യഭിചാരിയല്ല. അതിനൊരു പിന്നിലൊരു ധ്വനി ഉണ്ട്. എന്താണത്? ഇജ്ജും എന്റെ വാപ്പയും വ്യഭിചാരിയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വിഷയത്തിൽ ഇവൻ അവനെ പറ്റി വ്യഭിചരിച്ചിട്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഞാനും എന്റെ വാപ്പയും വ്യഭിചരിച്ചിട്ടൊന്നുമില്ലേ എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു സ്വഹാബാക്കളൊപ്പം ചർച്ച ചെയ്തു. സ്വഹാബാക്കൾ അവിടെ വിധിയെടുക്കുകയാണ്, ചർച്ച ചെയ്യാണ്, മുഷാവറ. എന്നിട്ട് തീരുമാനം അവൻ നടത്തിയത് സ്വന്തത്തെ പറ്റിയുള്ള ആത്മപ്രശംസയാണ്. എന്നാലും ആത്മപ്രശംസക്ക് അവനിക്ക് മറ്റേയും വാക്കുകളുണ്ടല്ലോ. എന്തുകൊണ്ട് ഇത് മാത്രം പ്രയോഗിച്ചു? അതിന്റെ ഉദ്ദേശം എതിർ കക്ഷിക്കെതിരെ വ്യഭിചാരോപണമാണ്. വ്യംഗ്യമായി പറഞ്ഞിട്ട് പോലും 80 അടിയടിച്ചു അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് 4 മദ്ഹബ് ഉണ്ടല്ലോ. മാലിക്കി മദ്ഹബ് അനുസരിച്ച് ഇതാണ് നിയമം. തസ്രീഹ് എന്ന നിലക്കല്ലാതെ വ്യംഗ്യമായി വ്യഭിചാരോപണം നടത്തിയാലും അവർക്ക് മറ്റേ ശിക്ഷ തന്നെ കൊടുക്കണം. എന്നാൽ ഇമാം ശാഫിഈ തങ്ങൾ പറഞ്ഞു, തസ്രീഹ് എന്ന നിലക്ക് പറഞ്ഞാലേ അവർക്ക് ശിക്ഷയുണ്ടാവും, വ്യക്തമായി പറഞ്ഞാലേ ശിക്ഷയുണ്ടാവുകയുള്ളൂ. പക്ഷെ മാലിക് തങ്ങൾ ഇങ്ങനെ സൂചിപ്പിച്ച് പറഞ്ഞാലും ശിക്ഷയുണ്ടെന്ന് പറഞ്ഞ് അതിന് തെളിവുകൾ കൊണ്ടുവന്നു. പരിശുദ്ധമായ ഖുർആനിലുണ്ടല്ലോ,
ശുഐബ് നബിയുടെ ഖൗമ് ശുഐബ് നബിയോട് പറയുന്നു, ഇന്നക ലഅൻതൽ ഹലീമുർ റഷീദ്. ശുഐബ് ഭയങ്കര ബുദ്ധിമാനാണല്ലോ. എന്താ പറഞ്ഞത്? ഈ ഭയങ്കര ബുദ്ധിമാൻ. പക്ഷേ ആ വർത്താനത്തിന്റെ സ്റ്റൈലും ട്യൂണും കേട്ട മനസ്സിലാകും ഇത് കളിയാക്കാൻ വേണ്ടി, കൊച്ചാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ലാഹു ആ ഖൗമിന് ശിക്ഷ കൊടുത്തു. അബൂജഹലിനോട് പറയുന്നുണ്ടല്ലോ ഖുർആൻ, ഇന്നക അൻതൽ അസീസുൽ കരീം. ശിക്ഷകനെ ആസ്വദിച്ചു. ഭയങ്കര ബുദ്ധിമാനല്ലേ. അത് അബൂജഹലിനോട് ശിക്ഷ ആസ്വദിക്കാൻ കഴിയൂലല്ലോ. അതൊരു ആക്കി പറച്ചിലാണ്. മാലിക് തങ്ങളെ തെളിവാണ്. ജൂതന്മാരെ സയ്യിദത്ത് ബീവി മറിയം അലൈഹിസ്സലാം അവരെ പറ്റി പറഞ്ഞത്, യാ ഉഖ്ത ഹാറൂൻ, അല്ല ഹാറൂന്റെ സഹോദരി, മാ കാന അബൂകി ഇംറഅസൂ, അന്റെ വാപ്പ തമ്മാടിയൊന്നും അല്ലായിരുന്നല്ലോ. വമാ കാനത് ഉമ്മുകി ബഗിയ, എന്റെ ഉമ്മയും അത്ര മോശക്കാരിയൊന്നും അല്ലല്ലോ. പിന്നെ ഈ മാത്രം എന്ത് ചെയ്തത്? സയ്യിദുനാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പിറന്നപ്പോ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ വ്യഭിചരിച്ചു, മറിയം ബീവി വ്യഭിചരിച്ചു എന്ന് പറയാൻ ജൂതന്മാര് പ്രയോഗിച്ചത് മറിയമേ നീ വ്യഭിചരിച്ചു എന്ന് പറയല്ല, പിന്നെയോ എന്റെ വാപ്പ മോശമൊന്നും ആയിരുന്നില്ല. എന്റെ ഉമ്മയും തമ്മാടിയല്ല, ഈ മാത്രം എങ്ങനെ ചെയ്തത്? അപ്പോ ഇവരൊക്കെ ചെയ്തെന്ന് ഇവരൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ അതിന്റെ ഒരു സൂചന നീ ചെയ്തതാണല്ലോ. അതിന് ഇസ്ലാം തെറ്റായി കാണുന്നത് കൊണ്ട് തന്നെ സൂചന രൂപത്തിൽ നമ്മൾ വ്യഭിചാരോപണം നടത്തിയാലും 80 അടി അടിക്കണമെന്നാണ് സയ്യിദുനാ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നമ്മളെ കാത്തിരക്ഷിക്കുക. അതുകൊണ്ട് ഇത് നല്ലോണം സൂക്ഷിക്കണം. നമ്മുടെ വാക്കുകളിലൊക്കെ ഇതിന്റെ ആളാണ് നമ്മളെപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക ഭരണകൂടമല്ലാത്തത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടുക. എത്ര ആളുകൾക്ക് ഈ വിഷയത്തിൽ പ്രശ്നം വരും. ഇനി നമ്മൾ കണ്ടാൽ തന്നെ അത് മറച്ചു വെക്കൽ ജായിസാണ്. കണ്ടാൽ പോലും വെളിപ്പെടുത്തലല്ല, ജായിസാണ്. അത് വെളിപ്പെടുത്തൽ നിർബന്ധമൊന്നുമില്ല. അവരെ തൗബ ചെയ്ത് പറയാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. പിന്നെ പരസ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അവരെ നിയമാനുസൃതം നടപ്പിലാക്കുകയും വേണം. ചില അനിയന്ത്രിത ഘട്ടത്തിൽ പൈശാചികമായി സംഭവിച്ചു പോയാൽ പോലും അത് മറക്കണം. ആരെങ്കിലും മറ്റൊരാളുടെ തെറ്റിനെ മറച്ചു വച്ചാൽ അല്ലാഹു അവന്റെ തെറ്റിനെ മറച്ചു. ഇനിയോ ഇല്ലാത്തത് നമ്മൾ ഒരാളെ പറ്റി പറഞ്ഞ ഹദീസാണ്. ആ സംഗതി മരിക്കുന്നതിന്റെ മുമ്പ് അവനിക്ക് ബാധിക്കുന്നതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തിരക്ഷിക്കട്ടെ. ഇല്ലാത്തത് നമ്മൾ ഒരാളെ പറ്റി പറഞ്ഞാൽ അള്ളാന്റെ തീരുമാനമാണ്. അത് ഇവനിലെത്തിയിട്ടേ ഇവന് മരിക്കുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ധാരണയുടെ പേരിൽ ഒന്നും പറഞ്ഞു പോകരുത്. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സ്വഹാബി വന്നിട്ട് പറയണ്ടല്ലോ, ഇന്നംറഅതി വലദതു ഉലാമൻ അസ്വദ. മുത്തുനബി ഒരു കറുത്ത കുട്ടിയാണ് കേൾക്കുന്നത്. ഞാനും എന്റെ ഭാര്യയും വെളുത്തവരാണ്, എനിക്കുണ്ടായത് കറുത്ത കുട്ടിയാണ്. അപ്പൊ എന്റെ ഉദ്ദേശം എന്താണ്? അപ്പൊ എന്റെ ഭാര്യ ആരുമായിട്ടോ അല്ലാതെ എങ്ങനെ ഒരു കറുത്ത കുട്ടി വരാൻ സാധ്യതയില്ലല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹല്ലക മിൻ ഇബിൽ, എന്റെ വീട്ടിൽ ഒട്ടകണ്ടോ? എന്താണ് ഒട്ടകത്തിന്റെ നിറം? അപ്പൊ പറഞ്ഞു ചുവന്നൊട്ടകം. ഒട്ടകങ്ങളെ കൂട്ടത്തിലെ ചുവന്നത് ഭയങ്കര വാല്യുബിൾ ആയിരിക്കും, ഭയങ്കര കോസ്റ്റ് വിലയുള്ളതാണ്. അപ്പൊ ചുവന്നൊട്ട് അതിന്റെ കുട്ടിയാണോ? ഔറക്ക് നിറം മാറിയിട്ടുണ്ട്. ഒന്ന് ചുവന്നതാണ്, കുട്ടികള് തവിട്ടുണ്ട്, നീലയും വെള്ളം മിക്സ്ഡ് ആയ നിറം, അങ്ങനെ പല നിറത്തിലും മക്കൾ വന്നിട്ടുണ്ട്. അപ്പൊ റസൂൽ ചോദിച്ചു, അതെന്താ സംഭവിച്ചത്? അപ്പൊ അയാള് പറഞ്ഞു, അതൊരു അത് അറബിയിൽ പറയുന്ന ഒരു പ്രയോഗമാണ്. ഒരു നിരമ്പണ്ട് ഊരിപ്പോയതായിരിക്കും. അപ്പൊ ചിലപ്പോ നിറം മാറ്റം വരും. അപ്പൊ മുത്തുനബി പറഞ്ഞു, എന്നാൽ ഒട്ടകത്തിൽ സംഭവിപ്പിച്ചത് അല്ലാഹുവല്ലേ.
അതേ സംഭവം നിന്റെ കുട്ടിക്കുണ്ടായിക്കൂടെ, നീയും നിന്റെ ഭാര്യയും തമ്മിൽ തന്നെയാണ് കുട്ടി ഉണ്ടാക്കിയത്. പക്ഷേ ഈ ഈ ഒരു നരമ്പിന്റെ ഊരൽ മനുഷ്യനിലും സംഭവിച്ചൂടെ? തെറ്റിദ്ധാരണയുടെ പേരിൽ ഒന്നും വിധിക്കാൻ പാടുള്ളതല്ല. ചില ധാരണകളൊക്കെ മഹാപാതകമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെ തെളിവന്യമായി പറയുന്നവരാണെങ്കിൽ ഫാസിഖ്, പേടിക്കേണ്ട ഒരു വിശേഷണമാണത്. ഫാസിഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പിന്നെ അവസാനത്തിൽ മിക്കവാറും ഹിദായത്ത് നഷ്ടപ്പെട്ട് ളലാലത്തിലായി ചെത്തുപോകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി വല്ലദീന യർമൂന അസ്വാജഹും, സ്വന്തം ഭാര്യമാരെയാണ് ഇത് പറയുന്നതെങ്കിലോ, സ്വന്തം ഭാര്യയെ പറ്റി വല്ലദീന യർമൂന അസ്വാജഹും, തന്റെ ഇണക്കെതിരെ ഇത് പറയുന്നവർ, അവർക്കാണെങ്കിൽ സാക്ഷികളുമില്ല, അവരല്ലാതെ. അങ്ങനെയാണെങ്കിൽ നാല് തവണ അവർ സത്യം ചെയ്യണം. ഞാൻ പറഞ്ഞത് സത്യമാണ്, എന്റെ ഭാര്യ ചെയ്തിട്ടുണ്ട്, എന്റെ ഇണ ചെയ്തിട്ടുണ്ട് എന്ന് 4 തവണ സത്യം ചെയ്യുകയും ഞാൻ പറഞ്ഞത് കളവാണെങ്കിൽ അള്ളാന്റെ ലഅനത്ത് എനിക്ക് ഉണ്ടാവട്ടെ. ലഅനത്ത് എന്ന് പറഞ്ഞ ലഅനത്ത് ശാപം അല്ലേ? ഇബ്ലീസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ലഅനത്തുല്ലാഹി അലൈഹി, അള്ളാന്റെ ശാപം ഉണ്ടാവട്ടെ. നല്ലവരെ പറ്റി അബൂബക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ അത് തർലിയത്താണ്. അപ്പുറത്ത് അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, അത് ലഅനത്ത് കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ഇവൻ അവനിക്കെതിരെ ലഅനത്ത് കൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പോ സ്വന്തം ഭാര്യക്കെതിരെയാണ് പറഞ്ഞതെങ്കിൽ അവര് ചെയ്യേണ്ടത് 4 തവണ സത്യം ചെയ്യുകയും 5ാമത്തെ തവണ അവർക്കെതിരെ ലഅനത്ത് കൊണ്ട് പ്രാർത്ഥിക്കണം. ഇതാണ് ഇസ്ലാമിൽ വളരെ പോപ്പുലറായി പറയാറുള്ള ലിആൻ. അല്ലാഹു നമ്മൾ അതിനെ തൊട്ടൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഈ ആയത്തിറങ്ങാനുള്ള സന്ദർഭം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ ആയത്ത്, ഇതിന്റെ മുമ്പുള്ള ആയത്ത് വ്യഭിചാര ആരോപണം നടത്തി തെളിവില്ലെങ്കിൽ 80 അടിയടിക്കണമെന്ന് പറഞ്ഞപ്പോ പ്രവാചകർ മുമ്പിൽ സഹാബാക്കളൊക്കെ അങ്ങനെ ഇരിക്കുക. അപ്പൊ കൂട്ടത്തിൽ ഖസ്റജ് ഗോത്രത്തിലെ തലവനായിരുന്ന സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു അവര് കയറി വന്നിട്ട് മുത്തനബിയോട് ചോദിച്ചു, അള്ളാന്റെ പ്രവാചകരെ, ഈ ആയത്ത് ഇങ്ങനെ തന്നെയാണോ അവതരിച്ചിട്ടുള്ളത്? തന്നെയാണോ ആയത്തുള്ളത്? ഒരു സംശയം. വ്യഭിചാരോപകർ 4 സാക്ഷികളെ ഹാജരാക്കിയില്ലെങ്കിൽ 80 അടി അവർക്ക് കിട്ടുമെന്ന് തന്നെയാണോ ആയത്തുള്ളത്? റസൂലുള്ളാഹിനോട് ചോദിച്ചു. കാരണം വ്യഭിചരിച്ചത് ഒരാളെങ്കിലും 4 ആളെപ്പം എങ്ങനെ സാക്ഷിയൊക്കെ കൊണ്ടുവരിക? അഥവാ പറഞ്ഞു പോയാൽ അവർക്ക് 80 അടി കിട്ടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചിരിച്ചുകൊണ്ട് അൻസാറുകളോട് ചോദിച്ചു, അൻസാറുകളെ കേട്ടില്ലേ? ഹൽ സമിഅതും, നിങ്ങളുടെ നേതാവിന്റെ ഒരു സംശയം. അവര് പറഞ്ഞു, മുത്തുനബിയെ, നിങ്ങൾ അദ്ദേഹത്തെ ആക്ഷേപിക്കരുത്. ഞങ്ങളെ നേതാവ് ചോദിച്ചതിന്റെ പേരിലൊന്നും വിചാരിക്കരുത്. അദ്ദേഹം ആത്മാഭിമാനിയാണ്. കന്യക മാത്രയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അദ്ദേഹം ത്വലാഖ് ചൊല്ലിയ ഒരു സ്ത്രീയുണ്ട്. അവളാണെങ്കിലോ അവളെ മറ്റാരും ലോകത്ത് കല്യാണം കഴിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ സ്വന്തം ഭാര്യക്കെതിരെ ആരോ ഇങ്ങനൊക്കെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഇയാള് ത്വലാഖ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ്. അപ്പൊ എന്റെ ഭാര്യ വ്യഭിചരിച്ചു, അതയാൾ കാണുകയും ചെയ്തു, എന്നിട്ട് പറഞ്ഞാലും അയാൾക്ക് 80 അടിയുണ്ടോ? ഇതാണ് അയാളുടെ ചോദ്യം. ഇത് ന്യായം തന്നെയല്ലേ? സഅദ് റളിയല്ലാഹു അൻഹു വീണ്ടും മുത്തുനബിയോട് പറയാം, മുത്തുനബിയെ, ഇത് അല്ലാഹുവിൽ നിന്നുള്ള വചനമാണെന്നതിൽ എനിക്ക് സംശയമുള്ളത് കൊണ്ടല്ല ചോദിച്ചത്. പക്ഷേ എന്റെ ഭാര്യയെ വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് ഞാൻ അതിന് തെളിവായിട്ട് 4 സാക്ഷികളെ കൊണ്ടുവരുമ്പോഴേക്ക് അയാൾ അവിടുന്ന് ഓടി രക്ഷപ്പെടൂലേ?
ഇതെങ്ങനെ ഇത് പ്രാക്ടിക്കലായി തോന്നുന്നില്ലല്ലോ. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ ചോദിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും അടുത്തൊരാൾ വരുന്നത്, ഹിലാൽ ഇബ്നു ഉമയ്യ. അയാൾ വന്നിട്ട് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എന്റെ ഭാര്യയെ ശരീക്ക് വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ടു. എന്റെ ഭാര്യയും ശരീക്കുന്ന ഒരാളും തമ്മിൽ വല്ലാത്ത ബന്ധമുണ്ടായിട്ടുണ്ട്. ഞാൻ രാവിലെ വരെ ഇങ്ങനെ കാത്തു നിന്നു റസൂലേ, ആരെങ്കിലുമൊക്കെ സാക്ഷികൾ കിട്ടണ്ടേ? സാക്ഷികൾ കിട്ടാതെ പറയാൻ പറ്റൂലല്ലോ. റസൂൽ പറഞ്ഞു, സാക്ഷികൾ വേണം. ലാ പറയാൻ പറ്റൂല, അൽ ബയ്യിന, സാക്ഷികൾ തന്നെ വേണം. ഔ ഹദ്ദുൻ അലാ വഹരിക, സാക്ഷികളില്ലാതെ പറഞ്ഞാൽ നിന്റെ മുതുകിന് 80 അടി കിട്ടും. ആർക്കെതിരെ? സ്വന്തം ഭാര്യ വ്യഭിചരിച്ചു കണ്ടുകൊണ്ട് അത് പറഞ്ഞാൽ അതിനൊരു സാക്ഷികൾ വേണം. എന്നിവരിങ്ങനെ മനസ്സിലാക്കിയിരിക്കാം. പിന്നെയാണ് നിയമത്തിൽ അള്ളാഹു അടുത്ത ആയത്തിറക്കുന്നത്, റസൂലെ ഞാനത് കണ്ടിട്ടുണ്ട്, സാക്ഷികൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു. റസൂൽ പറഞ്ഞു, സാക്ഷികളില്ലെങ്കിൽ അടിക്കാനാണ് ആയത്തുള്ളത്, അള്ളാന്റെ നിയമമുള്ളത് സാക്ഷികൾ വേണം. ഇദ്ദേഹം പറഞ്ഞു, എന്റെ കാര്യത്തിൽ അള്ളാഹു ഒരു തീരുമാനമുണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഞാൻ കണ്ടോണ്ടത് കണ്ടിട്ടുണ്ട്. സുബഹി വരെ ഞാൻ കാത്തുനിന്നിട്ടുണ്ട്, വല്ല സാക്ഷികളെയും കിട്ടാൻ എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ലിആനിന്റെ ആയത്തിറങ്ങിയത്. സ്വന്തം ഇണയെ പറ്റിയാണെങ്കിൽ ആ കണ്ട ആള് പറയണം 4 തവണ സത്യം ചെയ്ത് സാക്ഷിത്വം പറഞ്ഞ്, പിന്നെ 5ാമത്തെ തവണ തനിക്കെതിരെ ഞാൻ പറഞ്ഞത് കളവാണെങ്കിൽ എനിക്കെതിരെ ശാപമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും വേണം. അങ്ങനെ ഇയാള് ചെയ്തു, ഈ സ്വഹാബിയത് ചെയ്തു. അപ്പോ അപ്പുറത്ത് പെണ്ണിനോട് ചോദിച്ചു, എന്താ എന്റെ അഭിപ്രായം, അങ്ങനെ ഉണ്ടോ? ആദ്യം അവള് മിണ്ടാതിരുന്നു, കാരണം സംഭവിച്ചിട്ടുണ്ടല്ലോ. പിന്നെ അവൾക്ക് കുടുംബാഭിമാനം, ഞാനെങ്ങാനും ഇപ്പൊ സമ്മതിച്ചു പോയാൽ എന്റെ തറവാടിന് മൊത്തം അഭിമാനമാണല്ലോ. അവള് തിരിച്ചും സത്യം ചെയ്തു. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം അങ്ങോട്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഇവരെ പേരിൽ വ്യഭിചാര ആരോപണങ്ങൾ ഇനി പറയാൻ പറ്റൂല, കാരണം അവര് സത്യം ചെയ്തു. എന്നാലോ ഭർത്താവ് വ്യഭിചാരത്തെ പറ്റി പറഞ്ഞതുകൊണ്ട് തന്നെ ഇവരിന് യഥാർത്ഥത്തിലുള്ള ഭാര്യയും ഭർത്താവും അല്ല, ഇവർ തമ്മിൽ വേർപിരിയുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വകാര്യം കൂടെ പറഞ്ഞു, അവൾക്ക് ഉണ്ടാകുന്ന കുട്ടി ശരീക്കിന്റെ രൂപമായിരിക്കും. ശരീക്ക് എന്ന് പറഞ്ഞാൽ അന്യായമായി ഇവളുമായി അവിഹിത ബന്ധം. സ്വഹാബാക്കൾ പറയുന്നുണ്ട്, മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ആ പിറന്ന കുട്ടിക്ക് വ്യഭിചരിക്കാൻ വന്ന ശരീക്കിന്റെ കോലമായിരുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അതൊരു ശാപമായി മാറുകയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഖുർആനിക ക്ലാസ്സിൽ കുറച്ച് നിയമങ്ങൾ പറഞ്ഞതുകൊണ്ട് അതിന്റെ രൂപത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നല്ലോണം സൂക്ഷിക്കാം. സഹാബാക്കൾ ഇങ്ങനെ നാവ് പിടിച്ചിട്ട് പറയും, ഇന്നെ പെടുത്തണ്ടോർത്തൊക്കെ പെടുത്തിയത് ഈ നാവാണ്. ഞാൻ എവിടൊക്കെ പെട്ടുപോയിട്ടുണ്ടോ ഈ നാവാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് സയ്യിദുനാ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വായിൽ ചെരൽക്കല്ല് വെച്ചിട്ടാ നടക്കാറുള്ളത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാലോ, എന്തെങ്കിലുമൊക്കെ നാവിന്ന് വീട് പോയാലോ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വിജയിച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ആരോപണങ്ങൾ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ പറയുകയാണെങ്കിലോ, അത് വലിയ തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ നമ്മളോട് പറഞ്ഞു പോയി. തെറ്റിദ്ധാരണ ഹൃദയത്തിലേക്ക് വരും. ശരിധാരണയാണ് അള്ളട്ടത്. സൂഉല്ലന്നെയാണ് ഇബ്ലീസിന്റെ ഏറ്റവും വലിയ ആയുധം. തെറ്റിദ്ധരിപ്പിക്കാം. ഒരു മഹാൻ വഫാത്തായതിന്റെ ശേഷം അവരെ സുഹൃത്ത് സ്വപ്നത്തിൽ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് ഇന്ന് ഖബറിൽ ഉപകരിക്കുന്ന ഏറ്റവും വലിയ അമലെന്താണ്? അങ്ങനത്തെ പല രംഗങ്ങളുണ്ട്. അതിൽ ഈ മഹാൻ പറഞ്ഞത്, എനിക്ക് നല്ല
നല്ല ചിന്ത, ആളുകളെ പറ്റി പഠിച്ചവരെ പറ്റി ഞാൻ നല്ലതേ ചിന്തിക്കും. എത്ര തെറ്റിന്റെ സാഹചര്യം വന്നാലും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. അതാണ് എനിക്ക് ഖബറിൽ ഏറ്റവും ഉപകാരപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് തരട്ടെ, നമ്മുടെ നാവിനെ ശുദ്ധീകരിച്ച് തരട്ടെ. അല്ലെങ്കിൽ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ കുറെ അമല് ചെയ്തിട്ടുണ്ടാകും, പക്ഷേ അള്ളാന്റെ അടുക്കിലെത്തുമ്പോ നമ്മൾ നാവ് കൊണ്ട് പലരെ പറ്റിയും പലതും പറഞ്ഞിട്ടുണ്ടാവും. അവർക്കൊക്കെ ഇങ്ങനെ കൂലി വീതിച്ച് 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 ഇയാളെ അമലിന്റെ മുഴുവൻ പുണ്യം തകർന്നുപോയി. ഇയാളൊരു മുഫ്ലിസായി പോകും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് കാവല് പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. يا رب يا الله يا رحمن يا الله يا رحيم يا الله. ربنا നിന്റെ കലാമും നിന്റെ ദീനുമാണ് അറിഞ്ഞത്. വല്ല പിഴവുമുണ്ടെങ്കിൽ പരിഹരിക്കണേ അല്ലാഹ്. ഇത് നല്ലൊരു മലായികങ്ങളുടെ സാന്നിധ്യമുള്ള ഖുർആൻ പഠന ക്ലാസ് ആക്കണേ അല്ലാഹ്. പറയുന്നവർക്കും കേൾക്കുന്നവർക്കും സ്വലാഹിയത്ത് നൽകണേ അല്ലാഹ്. മഅരിഫത്ത് നൽകണേ അല്ലാഹ്. ഈമാൻ കാമിലാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്കൊക്കെ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി പ്രദാനം ചെയ്യണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഖൈറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഇടങ്ങളിൽ ഖൈറും ഫത്ഹും നസ്റും ഹിഫ്ളും റിഫഅത്തും ഇസ്സത്തും ഗിനയും ബറകാത്തും വാരിക്കോരി ചൊരിഞ്ഞ് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചവർക്കൊക്കെ പുറത്തു കൊടുക്കല്ലാ. കവർ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗീയമാക്കണേ അല്ലാഹ്. ഈ അടുത്ത് പിടിച്ചുപോയവർ എല്ലാവർക്കും പൊതുമാപ്പ് കൊടുക്കണേ അല്ലാഹ്. തരസിലെ വിദ്യാർത്ഥിയുടെ വെല്ലുപ്പിയെടുത്ത് മരിച്ചു. അതുപോലെ നമ്മുടെ മഹലിൽ നിന്നൊരു സഹോദരന്റെ മൂന്നാട്. എല്ലാവർക്കും മാപ്പ് ചെയ്യണേ അല്ലാഹ്. മാപ്പ് ചെയ്യണേ അല്ലാഹ്. ഖബറുകൾ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണേ അല്ലാഹ്. റബ്ബേ, നല്ലോണം ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഗ്രാഹ്യശക്തിയും സമ്പൂർണ്ണ അദബും നഫിയായ ഇൽമും ഏറ്റി തരണേ അല്ലാഹ്. കൂട്ടിക്കൂട്ടി തരണേ അല്ലാഹ്. വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. യാ റബ്ബൽ ആലമീൻ യാ കരീം യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മത്തിൽ ഇസ്ലാമിയത്ത് കൂട്ടണേ അല്ലാഹ്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയിൽ ഇസ്തിഖാമത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ, പാപങ്ങളെ തൊട്ട് പ്രമാണിത്തരങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ജോലികളിലൊക്കെ ഖൈറും ബർക്കത്തും റാഹത്തും വരുമാനത്തിൽ വലിയ അഭിവൃദ്ധിയും നൽകണേ അല്ലാഹ്. നല്ല ഹലാലും തയ്യിബുമായ ഭക്ഷണം, നല്ല വീട്, വാഹനം, വസ്ത്രം എല്ലാം ഞങ്ങൾക്ക് വിശാലമായി നൽകണേ അല്ലാഹ്. മഹാന്മാരോടൊപ്പം ഞങ്ങളെ സ്വർഗ്ഗത്തിൽ എത്തിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين والحقنا بالصالحين. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد والآل والأصحاب سلم. دعاء سيد الله وآخر دعوتي والسلام عليكم.